Hi students, welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ്. ആസ് യൂഷ്വൽ ദ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് മോഡേൺ ഫിസിക്സ് ബൈ കെന്നത്ത് എസ് ക്രെയിൻ, തേർഡ് എഡിഷൻ, പബ്ലിക്കേഷൻ ജോൺ വൈലി ആൻഡ് സൺസ്. ഈ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട്. ആർദർ ബേസ് ചെയ്തുകൊണ്ടുള്ള ലെക്ചേഴ്സ് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കെന്നത്ത് എസ് ക്രെയിൻ റെഫർ ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റ്? ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1920 ഏർലി 1920 ഈ ഒരു എക്സ്പെരിമെൻ്റ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. ആർതർ എച്ച് കോംപ്റ്റൺ അദ്ദേഹമാണ് ഈ ഒരു കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1920 അദ്ദേഹം ലൈറ്റും എന്താ പറയുക ഒരു ഫ്രീ ഇലക്ട്രോണും അല്ലെങ്കിൽ നിയർലി ഫ്രീ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനിൽ നിന്ന് വേവ് ലെങ്ത്തിനുണ്ടാകുന്ന ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് അന്തിമമായി ചെയ്തത്. ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പ്ലാങ്കിൻ്റെയും അതുപോലെ തന്നെ ഐൻസ്റ്റീൻ്റെയും ഒക്കെ അതിന് മുമ്പുണ്ടായിരുന്ന കോൺട്രിബ്യൂഷനെ സാധൂകരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞാൽ ലൈറ്റ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്ക് കോംപ്റ്റൺ ഇഫക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആയിരുന്നു ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ ലൈറ്റിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ്, പ്ലാങ്കിൻ്റെ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോൺസെപ്റ്റ്, അതുമൊക്കെ ആയിട്ട് ചേർത്ത് വയ്ക്കാവുന്ന, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് Compton effect. This experiment clearly established the particle properties of light. So this Compton effect, this experiment clearly demonstrates the particle properties of like photon concept, particle properties of electromagnetic radiation. Like it clearly establishes the photon concept of light, photon concept of electromagnetic radiation, or quantization of എനർജി ഓർ ദ കൺസെപ്റ്റ് ഓഫ് വേവ് പാക്കറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലൈറ്റ് ഒരു നിയർലി ഫ്രീ അല്ലെങ്കിൽ അൺബൗണ്ട് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ സ്കാറ്റർ ചെയ്യുന്നൊരു ഇഫക്റ്റാണ്. അതായത് ലൈറ്റിൻ്റെ ഇലക്ട്രോണും ലൈറ്റും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് നമ്മളിവിടെ. ലൈറ്റ് എന്നുള്ള വേർഡ് വിസിബിൾ ലൈറ്റ് എന്നുള്ള കോൺസെപ്റ്റിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ലൈറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. വിസിബിൾ ലൈറ്റ് എന്നുള്ള ഒരൊറ്റ കാറ്റഗറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ, ജസ്റ്റ് ലൈക്ക് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്, ഒരു നത്തിങ് ബട്ട് എ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഫോട്ടോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഫോട്ടോൺസിന് എന്താ ഉള്ളത്? പാർട്ടിക്കിൾ നേച്ചറാണുള്ളത്. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ടിക്കിൾ വിത്ത് സീറോ റസ്റ്റ് മാസ് ആൻഡ് ഡെഫിനിറ്റ് മൊമെൻറ്റം നമ്മൾ പറഞ്ഞതാണ്. ലൈറ്റിൻ്റെ പാക്കറ്റ്സ് ഓഫ് എനർജി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു പാർട്ടിക്കിൾ നേച്ചറാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ്. സോ ലൈറ്റിൻ്റെ ഇതാണ് ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ലൈറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് പാക്കറ്റ്സ് ഓഫ് ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ഓഫ് എനർജി. Electromagnetic radiation can be treated as discrete bundles of energy called photons. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലൈറ്റിനെ ഒരു പാർട്ടിക്കിൾ പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് യു കൺസിഡർ ആൻ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ electromagnetic radiation and an electron. അപ്പോൾ ആ ഒരു ഇൻ്ററാക്ഷനെ നമുക്കൊരു സ്കാറ്ററിംഗ് പോലെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ഓർ കൊളീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതുകൊണ്ടാണ് രണ്ടും പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ആവുമ്പോൾ നമുക്ക് വി ക്യാൻ ട്രീറ്റ് ലൈക്ക് ദിസ് ആസ് കൊളീഷൻ ഓഫ് ടു billiard balls, just like collision of two billiard balls. ഒരു ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ടും പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റും ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വി ക്യാൻ ട്രീറ്റ് ലൈക്ക് ദാറ്റ് ആസ് എ കൊളീഷൻ ഓഫ് ടു ബില്ലിയാർഡ്സ് ബോൾസ്. ഒരു ബില്ലിയാർഡ് ബോളുമേ അപ്പോൾ നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചറായിട്ട് വരികയാണെങ്കിൽ ഫോട്ടോൺസ് വരുന്നു, ഒരു റസ്റ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിക്കുന്നു. ഒരു ബില്ലിയാർഡ് ബോൾ മറ്റൊരു ബില്ലിയാർഡ് ബോളുമേ കൂട്ടിയിടിക്കുന്ന പോലെ കൂട്ടിയിടിച്ച് സ്കാറ്ററിങ്ങിന് ശേഷം രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ബില്ലിയാർഡ്സ് ബോൾസുകളുടെ കൊളീഷൻ ഇക്വലൻ്റ് ആയിട്ട് നമുക്കൊരു ഫോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഇൻ്ററാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് വി consider light അല്ലെങ്കിൽ if we consider the electromagnetic radiation as photons. ഓക്കെ, അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ബില്ലിയാർഡ് ബോൾസിൻ്റെ കൊളീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ഇൻട്രാക്ഷൻ അനലൈസ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിനെ ഒരു വേവ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഒരു വേവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ വേവ് ഒരു ഇലക്ട്രോണും വന്ന് ഇൻ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ ആ വേവിൻ്റെ കുറച്ച് എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരിക്കലും ഈ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് വ്യത്യാസം വരും എന്ന് നമുക്ക്, അതായത് ലൈറ്റിനെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വേവ് ഒരു ഇലക്ട്രോണും വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വേവ് ലെങ്ത് ഡിഫറൻസ് സ്കാറ്ററിങ്ങിന് ശേഷം വേവ് ലെങ്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. ഇഫ് വി കൺസിഡർ electromagnetic radiation as waves, interaction
between EM wave and electron do not make any changes in the wavelength of electromagnetic radiation after scattering. അതായത് റേഡിയേഷന് ശേഷവും അതേ വേവ് ലെങ്ത്തിൽ, സ്കാറ്ററിങ്ങിന് ശേഷവും അതേ വേവ് ലെങ്ത്തിൽ തന്നെയാണ് പോവുക. ബട്ട് ഇറ്റ് വിൽ ലൂസ് സം എനർജി. ബട്ട് റേഡിയേഷൻ വിൽ ലൂസ് സം എനർജി. ഇത് ക്ലാസിക്കൽ തിയറിയുടെ പ്രൊഡിക്ഷനാണ്. ക്ലാസിക്കൽ തിയറിയിൽ നമുക്ക് ഇങ്ങനെയാണ് അസ്യൂം ചെയ്യാൻ പറ്റുക. ബട്ട് ഇഫ് വി ട്രീറ്റ് ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ, എൻറ്റയർലി ഡിഫറെൻറ്റ് റിസൾട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ്. അതായത് നമ്മുടെ കോംപ്റ്റൺ ഇഫക്റ്റിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് റിസൾട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റിസൾട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തത്. കോംപ്റ്റൺ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ്. അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ കോംപ്റ്റൺ ഇഫക്റ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് കോംപ്റ്റൺ ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്വാണ്ടം തിയറി ഓഫ് electromagnetic radiation. That means we are utilizing the particle property of electromagnetic radiation. That means we are treating electromagnetic radiations as photons. Okay, so interaction between electromagnetic radiation and electron can be treated just like interaction between two billiard balls. That means a photon and electron, interaction between two particles, a photon and electron. So a photon and electron are colliding each other, and the scattered photons will get photons and scattered electron will move in different directions. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. നമ്മളുടെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. We consider an electron at rest. We assume that electron is at rest. In this experiment, assume that electron is initially at rest. ഇതാണ് ഫസ്റ്റ് അസംഷൻ. ഒരു ഫോട്ടോൺ വരുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് ഇൻസിഡൻറ്റ് ഡയറക്ഷൻ എന്ന് വിചാരിക്കാം. ഒരു ഫോട്ടോൺ വരികയാണ്, റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വരുന്നു. നമ്മൾ അതിനെ ഫോട്ടോണായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്നെഴുതാം. ഇപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി എക്സ് ഡയറക്ഷനിലാണ് ഫോട്ടോൺ വരുന്നത്, എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇത് ഇൻട്രാക്ട് ചെയ്യുന്നു. ആഫ്റ്റർ ഇൻട്രാക്ഷൻ ഫോട്ടോൺ വിൽ മൂവ്. ഇതാണ് ഒറിജിനൽ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഫോട്ടോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ,
ഇലക്ട്രോൺ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യപ്പെടുന്നു. റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യപ്പെടുന്നു. ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇത് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. ഇതിനെ നമുക്ക് സ്കാറ്റേർഡ് ഫോട്ടോൺ എന്ന് വിളിക്കാം. സ്കാറ്റേർഡ് ഫോട്ടോൺ. ഓക്കെ, ഈ ഇൻസിഡന്റ് ഡയറക്ഷനും സ്കാറ്റേർഡ് ഫോട്ടോണും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കും. നമ്മൾ സ്കാറ്ററിങ് ആംഗിൾ എന്നൊക്കെ വിളിക്കും. സ്കാറ്ററിങ് ആംഗിൾ അതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ് കേട്ടോ. ഇലക്ട്രോൺ, സ്കാറ്റേർഡ് ഇലക്ട്രോണും ഇതും തമ്മിലുള്ള ആംഗിൾ ഫൈ. ഇത് നമുക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ എന്ന് വിളിക്കാം. ഇതാണ് സംഭവിക്കുന്നത്. ലൈറ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഫോട്ടോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ബില്യാർഡ്സ് ബോൾസിന്റെ കൊളീഷൻ പോലെ ഫോട്ടോൺ ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഫോട്ടോണും ഇലക്ട്രോണും സ്കാറ്ററിങ്ങിന് ശേഷം ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു. സ്കാറ്റേർഡ് ഫോട്ടോൺ ഈ ഡയറക്ഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് സ്കാറ്റേർഡ് ഇലക്ട്രോൺ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജീനെ നമുക്ക് ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇയും പിയും എനർജി ആൻഡ് മൊമെൻറ്റം ഓഫ് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ എന്നും കൺസിഡർ ചെയ്യാം. നമുക്കിനി ആവശ്യം വരും, അപ്പോൾ പറയാം. വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. ഫ്രീക്വൻസി എഫ് എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് എഴുതാം. സോ എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ആവശ്യം ഉണ്ടാവുന്നതാണ്, നമുക്കറിയാം. ഇത് ഫോട്ടോണിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എഴുതിയതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്കിവിടെ ഇ എന്നും പി എന്നും കൊടുക്കാം. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ വാല്യൂസിനൊക്കെ ഒരു പ്രൈം നമ്പർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇ പ്രൈം, പി പ്രൈം. അപ്പോൾ ഇ പ്രൈം എന്ന് പറഞ്ഞാൽ എനർജി ഓഫ്, അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. ഇയും പിയും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയാണ്. ഇ പി ലാംഡ, നമുക്ക് ലാംഡ എന്ന് കൂടി. മറ്റേത് ഇ പ്രൈം, പി പ്രൈം, ലാംഡ പ്രൈം. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ കറസ്പോണ്ടിങ് എനർജി, ലീനിയർ മൊമെൻറ്റം ആൻഡ് വേവ് ലെങ്ത്. ഇനി ഇലക്ട്രോൺ റെസ്റ്റിലാണ്. ഇനീഷ്യലി electron is at rest. So initial momentum of electron is 0. Initial momentum of electron is equal to 0. So its rest energy നമ്മൾ റിലേറ്റിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. റെസ്റ്റ് മാസ്, റെസ്റ്റ് എനർജി എന്നൊക്കെ. റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് MEc² എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മാസിന് ചേഞ്ച് വരും. റെസ്റ്റ് മാസിനെ നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസിനെ ME എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ME ഈസ് ദ റെസ്റ്റ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. റെസ്റ്റ് മാസും എന്താ പറയുക, റിലേറ്റിവിസ്റ്റിക് മാസും നമ്മൾ റിലേറ്റിവിറ്റിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, M is equal to M0 divided by √1 minus V²/C² എന്ന് പറയുന്ന റിലേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി ആണ്. ഇതിനെ റിലേറ്റിവിസ്റ്റിക് മാസ് എന്നും ഇതിനെ റെസ്റ്റ് മാസ് എന്നും വിളിക്കും. സോ റെസ്റ്റ് മാസ് ഇൻറ്റു C² ആണ് റെസ്റ്റ് എനർജി എന്ന് പറയുന്നത്. MEc² എന്ന് എഴുതുന്നു. ഓക്കെ, പിന്നെ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ഇ പ്രൈം, പി പ്രൈം, ലാംഡ പ്രൈമും സ്കാറ്റേർഡ് ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്ത് കൊടുക്കും. സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജിയാണ് ഞാൻ എഴുതുന്നത്.
total energy is equal to EE. Total energy, it is the sum of all types of energy. Rest energy, kinetic energy കൂടിയിട്ടുള്ളതാണ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. Total energy E and linear momentum of the scattered electron is P. Linear momentum of the scattered electron is P. നമുക്കറിയാം ഫോട്ടോണിന്റെ മൊമെന്റം നമ്മൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? ഫോട്ടോൺ മൊമെന്റം നമ്മളിപ്പോൾ ഇൻസിഡന്റ് ഫോട്ടോൺ ആണെങ്കിൽ പി എന്നാണ് എഴുതിയത്. ഓക്കെ, അതും എനർജിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇ ഈസ് ഈക്വൽ ടു പി സി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സി വെലോസിറ്റിയിലാണ് ഫോട്ടോൺ മൂവ് ചെയ്യുന്നത്. സോ പി ഈസ് ഈക്വൽ ടു ഇ ബൈ സി എന്ന് എഴുതാം. സിമിലർലി പി പ്രൈം എന്ന് പറയുന്നത് ഇ പ്രൈം ഡിവൈഡഡ് ബൈ സി. ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്താ പറയുക, റിലേറ്റിവിറ്റിയിലും അതേപോലെ വളരെ ബേസിക് ആയിട്ട് ഫോട്ടോണിൻ്റെ എനർജിയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, മൊമെൻ്റ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, റസ്റ്റ് മാസ് 0 ഉള്ളൊരു പാർട്ടിക്കിളിൻ്റെ എനർജി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ വളരെ ലളിതമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ലളിതമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ, സ്കാറ്റേർഡ് ഫോട്ടോണും ഉണ്ട്. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇ പ്രൈം പി പ്രൈം, എനർജി ഇ പ്രൈമും മൊമെന്റം പി പ്രൈം എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സ്കാറ്റേർഡ് ഇലക്ട്രോണിന്റെ മൊമെന്റം പി ഇ എന്നും എനർജി ഇ ഇ എന്നും റെപ്രസെന്റ് ചെയ്തു. സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ഇൻസിഡന്റ് ഡയറക്ഷൻ ആയിട്ട്, സ്കാറ്റേർഡ് ഫോട്ടോൺ ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ഇറ്റ് ഈസ് കോൾഡ് സ്കാറ്ററിംഗ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് കോംപ്റ്റൺ ഇഫക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ എക്സ്പെരിമെന്റിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫോട്ടോൺ കോംപ്റ്റൺ ഉപയോഗിച്ചാണ് റേഡിയേഷൻ എന്ന് പറയുന്നത് എക്സ്റേസ് ആണ്. വിസിബിൾ ലൈറ്റിലൊന്നും വളരെ കാര്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, കാര്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. എക്സ്റേസ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. എക്സ്റേസ് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഇന്ററാക്ട് ചെയ്തതിന് ശേഷം സ്കാറ്റർ ചെയ്യപ്പെടുന്ന എക്സ്റേസിന് വേവ് ലെങ്ത്തിൽ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്, വേവ് ലെങ്ത്തിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇതാണ് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതായത് ഇൻസിഡന്റ് റേഡിയേഷനും ഒരു ഫോട്ടോൺ ഇലക്ട്രോണുമായിട്ട് സ്കാറ്ററിങ് നടക്കുമ്പോൾ, സ്കാറ്ററിങ്ങിന് ശേഷം ആ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത് വ്യത്യാസം വരുന്നു. അത് ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ലൈറ്റിന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉപയോഗിക്കണം, റേഡിയേഷന്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉപയോഗിക്കണം. അതായത് 2 ബില്ലിയാർഡ്സ് ബോൾസിന്റെ കൊളീഷന് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ അസ്യൂം ചെയ്ത്, ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ അസ്യൂം ചെയ്ത് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 പാർട്ടിക്കിൾ തമ്മിലുള്ള കൂട്ടിയിടി അല്ലെങ്കിൽ കൊളീഷനായിട്ടാണ് നമ്മളിവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെയും ഇലക്ട്രോണിന്റെയും ഇന്ററാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഓരോന്നായിട്ട് എഴുതാം. എനർജി ഓഫ് energy of incident photon E is equal to HF is equal to hc by lambda, equation number 1. Okay, linear momentum നമ്മളെന്താ സിമ്പിൾ ഉപയോഗിച്ചാൽ P is equal to E by C, equation number 2. Scattered photon energy of scattered photon
E prime is equal to HF prime is equal to HC by lambda prime. Equation number 3. And linear momentum of scattered photon, corresponding linear momentum P prime is equal to E prime divided by C. Equation number 4. Okay. ഇനി നമ്മൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 2 3 4 വളരെ ക്ലിയർ ആയി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കൺസർവേഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പാരാമീറ്റർ, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് പ്രധാനമായും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതാണ്. ഒന്ന് എനർജി, ഒന്ന് മൊമെൻറ്റം. ഇതൊരു കൊളീഷനാണ്, ഇലാസ്റ്റിക് കൊളീഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഏത് പ്രോസസ്സായാലും കൺസർവേഷൻ ഓഫ് എനർജിയും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും സാറ്റിസ്ഫൈ ചെയ്യണം. must be satisfied in this scattering process. And the conservation of energy എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എനർജി ബിഫോർ സ്കാറ്ററിങ്. ഇവിടെ രണ്ടാളുകളാണുള്ളത്, ഫോട്ടോണും ഇലക്ട്രോണും. രണ്ടിൻ്റെയും കൂടി ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സ്കാറ്ററിങ്ങിന് മുമ്പ് രണ്ടും കൂടി കൂട്ടിയാൽ അത് തന്നെയായിരിക്കണം സ്കാറ്ററിങ്ങിന് ശേഷവും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെയും എല്ലാ എനർജിയും കൂടി കൂട്ടിയാൽ കിട്ടുന്ന എനർജി. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ എനർജി must be equal to total final energy. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതാം. ടോട്ടൽ എനർജി ഇനീഷ്യൽ എന്നുള്ളതിന് പകരം ഇ ഇനീഷ്യൽ എന്ന് എഴുതാം. ഇ ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു ഇ ഫൈനൽ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് എഴുതാൻ പറ്റുക? ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്, ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി ഇ എഴുതുക, പ്ലസ് ഇലക്ട്രോണിൻ്റെ എനർജി എത്ര വരും? റസ്റ്റ് എനർജിയാണ് വരിക, MEc². അത് റസ്റ്റിലാണ്, ഇലക്ട്രോൺ റസ്റ്റിലാണ് ഇരിക്കുന്നത്. കൊളീഷന് മുമ്പായിട്ട് ഫോട്ടോണിൻ്റെ എനർജി ഇ, ഇലക്ട്രോണിൻ്റെ റസ്റ്റ് എനർജി ME മാസാണ്. അപ്പോൾ MEc² ആണ് അതിൻ്റെ എനർജി. ടോട്ടൽ എനർജി ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? ഇ പ്രൈം. സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണ്? ഇ. സോ ഇ is equal plus MEc² is equal to E prime plus E. Equation number 5. Okay. Conservation of energy നമ്മൾ എഴുതി. ഇനി നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എഴുതണം. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എഴുതുമ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് ഡിഫറെൻറ്റ് കമ്പോണൻറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ എക്സ് ഡയറക്ഷൻ എടുത്തു, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനെ വൈ ഡയറക്ഷൻ എന്ന് കൊടുക്കുക. അതായത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനെ എക്സ് ഡയറക്ഷൻ എന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനെ വൈ ഡയറക്ഷൻ എന്നും എടുക്കുക. അപ്പോൾ ഈ ഇവിടെ വരുന്ന ഫോട്ടോണിന് ഒരു മൊമെൻ്റ് ഉണ്ട്. അത് നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, വരുന്ന ഫോട്ടോണിൻ്റെ മൊമെൻറ്റം പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഡിറക്ഷൻ ഇങ്ങനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഇലക്ട്രോണിൻ്റെ മൊമെൻ്റ് ഇല്ല. ഓക്കെ, കൊളീഷന് ശേഷം സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്, the direction of scattered photon is like this and direction of the scattered electron is like this. So we can resolve. അപ്പോൾ നമുക്ക് ആ വെക്റ്റർ ഡയഗ്രാം ഒന്ന് വൃത്തിയായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സ്കാറ്റേർഡ് ഫോട്ടോൺ ഇങ്ങനെയാണ് പോകുന്നത്.
ഓക്കെ, സോ പി പ്രൈമിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഹിയർ. പി ഇ ഇലക്ട്രോൺ, സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ ഡിറക്ഷൻ ഇങ്ങനെയാണ്. മേക്സ് ആൻ ആംഗിൾ ഫൈ. നമുക്കൊരു കാര്യം ചെയ്യാം, പി പ്രൈമിനെ ഒന്ന് റിസോൾവ് ചെയ്താൽ പി പ്രൈം വിൽ ബി വൈഡ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഡയറക്ഷനിലുള്ള പിയുടെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പി പ്രൈം കോസ് തീറ്റയാണ് വരിക. ദാറ്റ് മീൻസ് ഇഫ് യു റിസോൾവ് ദ വെക്ടർ പി പ്രൈം ഇൻറ്റു ടു കമ്പോണൻറ്റ്സ്, വൺ അലോങ് എക്സ് ആക്സിസ് ദാറ്റ് ഈസ് പി പ്രൈം കോസ് തീറ്റ ആൻഡ് അതർ അലോങ് വൈ ആക്സിസ് ദാറ്റ് ഈസ് പി പ്രൈം സൈൻ തീറ്റ. അതിൻ്റെ ഡിറക്ഷൻ കൂടി നോക്കണം, പി പ്രൈം സൈൻ തീറ്റ ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ആൻഡ് scattered electron momentum എന്ന് പറയുന്നത് P is acting in this direction. So if you resolve P into two components, one along x-axis and other along y-axis, this x component is PE cos phi and y component is downward PE sin phi. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ, പി ഇ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പി ഇ കോസ് ഫൈ, പി ഇ വൈ കമ്പോണൻറ്റ് ഈസ് പി ഇ സൈൻ ഫൈ ഡൗൺവേർഡ്സ്. ആൻഡ് പി പ്രൈമിൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പി പ്രൈം കോസ് തീറ്റ, പി പ്രൈമിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പി പ്രൈം സൈൻ തീറ്റ വിച്ച് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. ക്ലിയർ? ഇതാണ് വെക്റ്റർ ഡയഗ്രാം. മൊമെൻ്റത്തിൻ്റെ വെക്റ്റർ ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എക്സ് ഡിറക്ഷനിലും വൈ ഡിറക്ഷനിലും സെപ്പറേറ്റ് എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം along x direction, that is the incident photon direction. And the conservation total momentum before collision will be equal to total momentum after collision. എല്ലാവർക്കും അറിയുന്നു. Total momentum before collision എന്ന് പറയുമ്പോൾ എത്ര വരും? P plus 0 എന്ന് വരും. ഫോട്ടോണിൻ്റെ മൊമെൻറ്റം P, ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം 0. That is equal to P prime cos theta minus അല്ല പ്ലസ് PE cos phi. ഓക്കെ, നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 6 കൊടുക്കാം. ഇനി y ഡിറക്ഷനിൽ എഴുതുമ്പോഴോ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, y ഡിറക്ഷനിൽ എഴുതുമ്പോൾ ഇൻസിഡന്റ് ഫോട്ടോണിന് y ഡയറക്ഷനിൽ ഏതെങ്കിലും കമ്പോണന്റ് ഉണ്ടോ? ഇല്ല. ഇലക്ട്രോണിനുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് 0 + 0 എന്ന് കൊടുക്കാം. ബിഫോർ കൊളീഷൻ ഇൻസിഡന്റ് ഫോട്ടോണിന് y കമ്പോണന്റ് ഇല്ല, കാരണം അത് x ഡിറക്ഷനിലാണ് വരുന്നത്. ഇലക്ട്രോണിനാണെങ്കിൽ മൊമെൻറ്റം 0 ആണ്. അപ്പോൾ 0 + 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P പ്രൈം സൈൻ തീറ്റ അപ്വേർഡ് ഡയറക്ഷൻ y ഡയറക്ഷൻ, ഇതോ മൈനസ് y ഡിറക്ഷൻ ആണ്. അപ്പോൾ മൈനസ് PE സൈൻ ഫൈ എന്ന് എഴുതാം. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കും. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 6ഉം 7ഉം ഒന്നും കൂടിയും എഴുതാം. അപ്പോൾ നമുക്ക് ആകെ 3 ഇക്വേഷനാണ് കിട്ടിയേക്കുന്നത്. ഇക്വേഷൻ 5, 6 and 7. ഇക്വേഷൻ 5 എന്താ? E plus MEC² is equal to E prime plus EE. Equation number 5. Second equation is P is equal to
P prime cos theta plus PE cos phi. Equation number 6. Third one is 0 is equal to P prime sin theta minus PE sin phi. Equation number 7. ഇങ്ങനെ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ നോക്കൂ, ഇത് 3 ഇക്വേഷനാണ്. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി, ഇൻസിഡന്റ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ എനർജി, സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത്, സ്കാറ്റേർഡ് ഇലക്ട്രോണിന്റെ മൊമെന്റം, എനർജി, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ 3 ഇക്വേഷനാണുള്ളത്. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ ഈ 3 ഇക്വേഷനിൽ എത്ര അൺനോൺസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഹൗ മെനി അൺനോൺസ് ഇൻ ദിസ് ഇക്വേഷൻ? ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 അൺനോൺ ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വളരെ ലളിതമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഹൗ മെനി അൺനോൺസ് നമുക്ക് എങ്ങനെ നോക്കാം? എത്ര അൺനോൺസ് ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ? ഞാൻ പറയുന്നു ഇതിൽ 4 അൺനോൺസ് ഉണ്ട്. എങ്ങനെയാണ് 4 അൺനോൺസ് ഉണ്ടായത്? ഏതൊക്കെയാണ് 4 അൺനോൺസ്? 4 അൺനോൺസ് എന്ന് പറയുന്നത്, ഒന്ന് 2 ആംഗിൾസുകളാണ്, തീറ്റയും ഫൈയും നമുക്കറിയില്ല. സ്കാറ്ററിങ്ങിന് ശേഷം ഉണ്ടാവുന്ന ആംഗിളുകളാണ് തീറ്റയും ഫൈയും. പിന്നെ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്നതാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ മൊമെന്റവും നമുക്കറിയാം എന്ന് പറയും. കാരണം ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജിയും ഇൻസിഡന്റ് ഫോട്ടോണിന്റെ മൊമെന്റും ഇന്റർ റിലേറ്റഡ് ആണ്. P is equal to E/C എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ എനർജി, പിന്നെയോ സ്കാറ്റേർഡ് ഇലക്ട്രോണിന്റെ എനർജി, ഈ 4 ഉള്ളൂ. പിയും പി പ്രൈമും ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് അൺനോൺസ്. കാരണം എന്താ? അത് ഇ പ്രൈമും ഇയും ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് അൺനോൺസ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം എന്നുള്ള രീതിയിൽ നമുക്ക് കാണുന്നു. 4 അൺനോൺസ് ഉണ്ട്, 3 ഇക്വേഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അൺനോണിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വേണം ഇതിലെല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇയും ഫൈയും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തീറ്റയും ഇ പ്രൈമും വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 2 അൺനോണുകളെ ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ലെക്ചറും കൂടി വേണ്ടി വരും ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇക്വേഷൻ 5, ഇക്വേഷൻ നമ്പർ 6, ഇക്വേഷൻ നമ്പർ 7. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 6 എടുക്കുക. ഇക്വേഷൻ നമ്പർ 6 എന്താ എഴുതുന്നത്? P is equal to P prime cos theta plus PE cos phi എന്നാണ് നമ്മൾ എഴുതിയത്. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ PE cos phi എന്ന് പറയുന്നത് P മൈനസ് P പ്രൈം കോസ് തീറ്റ എന്ന് കൊടുക്കും. നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 7 എടുക്കുക. അതിൽ LHS 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: P പ്രൈം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു PE സൈൻ ഫൈ. ഇക്വേഷൻ നമ്പർ 9. ഈ 2 ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. സ്ക്വയറിങ് ആൻഡ് ആഡിങ്. ഇക്വേഷൻ നമ്പർ 8 and 9 വളരെ വേണ്ടതാണ്. ഇവിടെ പി പ്രൈം യെസ്. അപ്പം എന്തായി? PE സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ PE സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു P പ്രൈം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ
പ്ലസ് പി മൈനസ് പി പ്രൈം കോസ് തീറ്റ ഹോൾ സ്ക്വയർ. സോ ഈ പി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ പി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 എന്ന് വരും. കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 എന്ന് പറയുന്നത് 1 ആണ്. സോ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി പ്രൈം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. സോ പി സ്ക്വയർ പ്ലസ് പി പ്രൈം സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2p പി പ്രൈം കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ പി പ്രൈം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയും പി പ്രൈം സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു കമ്പൈൻ ദീസ് ടു ടേംസ് യു ക്യാൻ റൈറ്റ് പി പ്രൈം സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം, പ്ലസ് പി സ്ക്വയർ മൈനസ് 2p പി പ്രൈം കോസ് തീറ്റ. So PE square is equal to P prime square plus P square minus 2p P prime cos theta. Equation number 10 എന്ന് കൊടുക്കുക. Okay. Clear? ഈ ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 10 വരെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.